أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ഹസ്ന മാമിനെ ബഹുമാനപൂർവ്വം ഈ ഒരു മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശേഷ ബുദ്ധിയാണ് മനുഷ്യനെ ഇതര ജീവികളിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാന ഘടകം. ചിരിക്കാനും ചിന്തിക്കാനും കാര്യങ്ങളെ വേർതിരിച്ചറിയാനുമുള്ള മനുഷ്യന്റെ പ്രാപ്തി സൃഷ്ടാവ് തന്ന വലിയ അനുഗ്രഹമാണ്. ലോകത്തുള്ള സചേതനവും അചേതനവുമായ സകലതും നിങ്ങൾക്ക് വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ മഹത്തായ ലക്ഷ്യം വരച്ചു കാട്ടുകയാണ് സൃഷ്ടാവ്. ലൗകിക ജീവിതം നശ്വരമാണെന്നും പാരത്രിക വിജയത്തിനുള്ള കൃഷിയിടമാണ് ഇവിടെന്നും മനുഷ്യൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ തിരിച്ചറിവിന്റെ ഏറ്റവ്യത്യാസങ്ങളിൽ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. നന്മയെ നന്മയായി കാണാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹു മനുഷ്യന് അവസരം നൽകിയിട്ടുണ്ട്. ഇത് തന്നെയാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന മനുഷ്യന്റെ സ്വയം നിർണയങ്ങളിൽ വരുന്ന അപാകതകളുടെ പൂർണ്ണ ഉത്തരവാദി അവൻ തന്നെയാണ് എന്നുള്ളത്. ഭൗതിക ജീവിതത്തിൽ ശരിതെറ്റുകളെ വേർതിരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ജീവിത വ്യവഹാരങ്ങൾക്കിടയിൽ അവൻ സുഹൃതങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നാണ് സൃഷ്ടാവിന്റെ കൽപ്പന. മനുഷ്യനെ പരിമിതിക്കുള്ളിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന അപാകതകൾക്ക് പരിഹാരമായി കാരുണ്യവാനായ അള്ളാഹു തൗബ എന്ന കാരുണ്യത്തിന്റെ കവാടം തുറന്നു വെച്ചിട്ടുണ്ട്. എന്നാൽ കേവല ആസ്വാദനത്തിലപ്പുറം മനുഷ്യൻ ചെയ്യുന്ന അരുതായ്മകളെ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. ലോകാവസാനത്തിലേക്ക് അടുക്കുംതോറും കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാലത്തെ പഴിക്കൽ കൊണ്ടോ സാഹചര്യങ്ങളെ ആക്ഷേപിച്ചത് കൊണ്ടോ കാര്യമില്ല. നമ്മുടെ സാമൂഹിക പരിസരത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. തിന്മ ചെയ്യാനുള്ള മനസ്സും ധർമ്മം ചെവികൊള്ളാത്ത കാതുകളും വർദ്ധിച്ചു വരികയാണ്. സമൂഹത്തെ അടക്കി പിടിച്ചിരിക്കുന്ന തിന്മയുടെ ബോധങ്ങൾ ദിനംതോറും കാര്യങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. ഒരു ഭാഗത്ത് ഇത്തരം തിന്മകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളെ കാർന്നു തിന്ന് കൊള്ളരുതായ്മകൾ കുമിഞ്ഞുകൂടുവാണ്. ഇന്ന് ഒരു വ്യത്യസ്ത വിഷയമായിട്ടാണ് നമ്മൾ കടന്നു വന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ചിരുന്നത് ഇന്നത്തെ സമൂഹത്തിന്റെ വലിയൊരു അപകടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ലഹരി അതുപോലുള്ള മറ്റു വിഷയങ്ങളെ കുറിച്ചാണ്. ഇപ്പോ സമീപകാലത്തായിട്ട് ഇതിന്റെ ചർച്ചകൾ കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരൊരു ക്ലാസ് സംഘടിപ്പിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലെത്തിയത്. അൽഹംദുലില്ലാ. ലഹരികളെ മറികടക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാവുന്നതിലപ്പുറം തരത്തിലുള്ള കാര്യങ്ങളെയാണ് ലഹരിയായിട്ട് ഉപയോഗിക്കുന്നതും, അല്ലെങ്കിൽ പല വ്യത്യസ്ത നമ്മൾ ചിന്തിക്കാനും മനസ്സിലാവാത്തതുമായ പല കാര്യങ്ങളാണ് അഡിക്ഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അതിൽ നിന്നൊരു വിമുക്തി എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. അതിനായി സിസ്റ്റർ ഹസ്ന മാമിനെ ഞാൻ വിഷയം അവതരിപ്പിക്കാനായിട്ട് ക്ഷണിക്കുവാണ്. ഇൻഷാ അല്ലാഹ് അതിനു മുന്നായിട്ട് നമുക്കൊരു ആയത്ത് കേട്ടാണ് ഇൻഷാ അല്ലാഹ് സബ്ജക്റ്റിലോട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. أعوذ بالله من الشيطان الرجيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم.
جزاك الله خير وبارك الله فيك عائشة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. നല്ല തണുപ്പുള്ള ബുധനാഴ്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയം, ഒന്ന് ഉറങ്ങി റെസ്റ്റ് എടുക്കാവുന്ന ഈ ഒരു ടൈമിൽ, ഈ ഒരു തസ്കിയ മജ്ലിസിൽ റബ്ബിനെ പറ്റി, അല്ലെങ്കിൽ നമ്മൾക്ക് തസ്കിയത്തിലേക്ക് എന്തെങ്കിലും ഒക്കെ ഗുണം ചെയ്യുന്ന, റബ്ബിനെ പറ്റി ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവിടെ വന്നെത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബിൽ നിന്നുള്ള എല്ലാവിധ സലാമും റഹ്മത്തും ബർക്കത്തും നിങ്ങൾക്ക് ഏവർക്കും മേലും ഉണ്ടാകട്ടെ. റബ്ബ് നമ്മളുടെ ഈ ഒരു ഇരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും ഇതിലൂടെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ലൊരു മാറ്റം, നല്ലൊരു നല്ലൊരു എഫക്റ്റ് നമ്മളുടെ ലൈഫിൽ ഉണ്ടാകും വിധം റബ്ബ് ഈ ഒരു ക്ലാസ് നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലഹരി എന്ന ഈ ഒരു ടോപ്പിക്ക് വളരെ ലിമിറ്റഡ് നോളജ് നമ്മൾക്ക് ഈ ഒരു വിഷയത്തിലുള്ളൂ. നമ്മൾക്ക് എന്നാൽ പോലും ഇതിൻ്റെ എഫക്ട്സ്, ഇതിനെ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് നമ്മൾ കുറേ അല്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ എല്ലാവരും തന്നെ ബോധവാന്മാരാണ്. നമ്മൾക്ക് നമ്മളാൽ പറ്റുന്ന രീതിയിൽ എന്തെല്ലാമാണ് നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു സമയത്ത് ഉള്ള ലഹരികൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇത്ര അധികം അതിപ്രസരം എന്ന് പറയാം ലഹരി. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെയും, ഒന്നും അറിയാതിരുന്ന വീട്ടമ്മ പോലും ഈ ഒരു ലഹരി മാഫിയയുടെ അടിമകളായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുകയുണ്ട്. അയൽപക്ക കൂട്ടായ്മകളിലും അതേപോലെ അലുമിനിയം, ഇതെല്ലാം തന്നെ ഈ ഒരു ലഹരിക്ക് വേണ്ടി, ഈ ഒരു ഡ്രഗ് അബ്യൂസിന്, സബ്സ്റ്റൻസ് അബ്യൂസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് വ്യാപകമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ലഹരി? ലഹരി എന്ന് പറഞ്ഞാൽ അഡിക്ഷനാണ്. അഡിക്ഷൻ എന്ന് പറയാൻ നേരത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാനും അതിൽ നിന്ന് പിന്മാറാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു കാര്യം കൂടുതൽ കൂടുതൽ ചെയ്യാനും അതേപോലെ തന്നെ അതിൽ നിന്ന് പിന്മാറാനുമുള്ള ഒരു 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 ഫീൽ, അതിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. നല്ല കാര്യങ്ങളോടും നമ്മൾക്ക് അഡിക്ഷൻ തോന്നാം. നല്ല കാര്യങ്ങളോടും നമ്മൾക്ക്, ചില ആൾക്കാർക്ക് ഖുർആൻ പാരായണം അതൊരു ലഹരിയാണ്. അതായത് നമ്മൾക്ക് ഒട്ടും മടുപ്പ് വരില്ല, ഒരിക്കലും മടുക്കുകയില്ല, അങ്ങനെ പാരായണം ചെയ്തിരിക്കാൻ തോന്നും. ചിലവർക്ക് നമസ്കാരം ഒരു ലഹരി പോലെയാണ്. ചിലവർക്ക് നോമ്പ് അതായത് എത്ര വന്നാലും മടുക്കില്ല. ഒരാഴ്ചയിൽ ഒരു ദിവസം നോമ്പ് പിടിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് വശം, അതായത് നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊരു നന്മയാണെങ്കിൽ, ഈ മറ്റു കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലഹരി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ്, തെറ്റായ, അതായത് നമ്മൾക്കൊരു ഉപകാരമില്ല എന്ന് മാത്രമല്ല, നമ്മൾക്കത് ദോഷം ചെയ്യുന്ന വശങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചിലവർക്ക് കുക്കിംഗ് ഒരു ഹോബിയാണ്, ഒരു ലഹരിയാണ്. ഇതിങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അത് അവർ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അതൊരു ഹോബിയാണ്. ചിലർക്ക് ഷോപ്പിംഗ് ഒരു ലഹരിയാണ്. അതായത് അവർ ആ വസ്ത്രങ്ങൾ ഇട്ടാലും ഇട്ടില്ലെങ്കിലും അത് എത്രത്തോളം പൈസ അതിൽ അവർ ചിലവാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുറേ അധികം ഷോപ്പിംഗ് ചെയ്യുന്നവരെ ഷോപ്പഹോളിക് എന്നാണ് പറയുന്നത്.
അപ്പോൾ ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ മദ്യത്തിനോടുള്ള ഒരു ആസക്തിയാണെങ്കിൽ ഷോപ്പഹോളിക് എന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിനോടുള്ള ആസക്തിയാണ്. അതായത് നമ്മൾ ഓൺലൈനിൽ കാണുന്നു, അത് മീഷോന്ന് ഓർഡർ ചെയ്യുന്നു, മിന്ത്രയിൽ ഓർഡർ ചെയ്യുന്നു, എല്ലാ ആമസോണിൽ വലിയൊരു അക്കൗണ്ട്, അങ്ങനെ ഒരു മാസത്തിൽ ഒരു വലിയൊരു തുകയാണ് ഇവര് ഷോപ്പിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്നത്. പക്ഷെ എത്രത്തോളം ഇവര് എന്താ പറയാ, നമ്മൾ ഓർഡർ ചെയ്ത വസ്തുക്കൾ എത്രത്തോളം യൂസ്ഫുൾ ആണ്, അതെനിക്ക് ആവശ്യമുണ്ടോ, അതെന്റെ അത്യാവശ്യമാണോ, ഇതിനു വേണ്ടി യൂസ് ചെയ്തില്ലെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നൊന്നും അവർ ആലോചിക്കാത്തവരല്ല. പക്ഷെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാതിരിക്കാൻ വയ്യ. അപ്പൊ ദാറ്റ് ഈസ് അനദർ. പിന്നെ ഉള്ളത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നത് പോലെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ലഹരിയാണ്, സോഷ്യൽ മീഡിയയോടുള്ള ഒരു ലഹരിയാണ്. ഈ ലഹരിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ അഡിക്ഷൻ കൂടിക്കൂടി വി ഗെറ്റ് അഡിക്റ്റഡ് ടു അഡിക്ഷൻ റാദർ ദാൻ ദ തിങ് വി ഗെറ്റ് അഡിക്റ്റഡ് ടു. അതായത് നമുക്ക് ആ ഒരു എന്താണോ നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങിയത്, അപ്പോൾ അതിനോടുള്ള ഒരു അഡിക്ഷനേക്കാൾ ഇത് ചെയ്യണം എന്നുള്ളൊരു അഡിക്ഷനായി മാറും. അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബ് എന്താ പറയുക ഷോർട്സോ അല്ലെങ്കിൽ ഇൻസ്റ്റാ സ്റ്റോറീസോ അല്ലെങ്കിൽ FBയിലെ റീൽസോ കാണുന്നത് കുക്കിങ്ങിനാണെങ്കിലും കുക്കിങ്ങിൻ്റെ വീഡിയോസ് ആയിരിക്കും ആദ്യം കൂടുതൽ കൂടുതൽ കാണുക, അപ്പോൾ കുറച്ച് കുക്ക് ചെയ്യാൻ. പക്ഷെ പിന്നീട് ആ കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ നമ്മൾ അതിൽ കാണുന്ന ഷോർട്സോ അതിനേക്കാൾ അപ്പുറം ഇതൊന്ന് ഇതൊന്ന് കുറച്ച് നേരം ഫോണായിട്ട് അങ്ങ് ഇരിക്കുക എന്നുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മ്യൂസിക്കിനോടുള്ള അഡിക്ഷൻ ആദ്യം തുടങ്ങുന്നത് ഇന്ന ആളുടെ മ്യൂസിക് അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് അത് എന്ത് മ്യൂസിക് ആണെങ്കിലും അതൊന്ന് കേൾക്കുക, ഇതൊന്ന് ഓണായിരിക്കുക. അപ്പോൾ ഡ്രഗ്സിനോടുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ മദ്യത്തോട് ആദ്യം ഏതെങ്കിലും ബ്രാൻഡായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ടൈമിലായിരിക്കും, പിന്നീട് അതങ്ങ് കുടിക്കുക, അത് എന്താണെങ്കിലും കാര്യമില്ല. അപ്പോൾ യു ഗെറ്റ് അഡിക്റ്റഡ് ടു അഡിക്ഷൻ റാദർ ദാൻ ദ തിങ് യു ഗോട്ട് അഡിക്റ്റഡ് ടു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു ലഹരി ഇനി വേറെ ഇത് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഈ കള്ളോ അല്ലെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്കുള്ള MDM അങ്ങനെയുള്ള ലഹരികളോ അല്ലെങ്കിൽ ചൂതാട്ടമോ അല്ലെങ്കിൽ ഈ റീൽസോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള അഡിക്ഷനോ അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ പറയാത്ത, അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോർമലി നമ്മൾ എനിക്കിവിടെ തസ്കിയ ക്ലാസ്സിൽ പറയാത്ത വിഷയങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് ഡീപ്പായിട്ട് പറയേണ്ടി വരും. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്തേ തീരും. ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് കൊണ്ട് അത് സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ തെറ്റ് നമ്മളിൽ നിന്നോ ഇല്ലാതായി പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ പോണോഗ്രഫി, അശ്ലീല വീഡിയോസ് കാണുക, വളരെയധികം ലൈംഗികമായിട്ടുള്ള കണ്ടൻസ് ഉള്ള വീഡിയോസ് കാണുക. പോണോഗ്രഫി ഒരു വലിയ ബിസിനസ്സാണ്. അതേപോലെ ഈ പീഡോഫിലി, അതായത് ചെറിയ കുട്ടികളുടെ നഗ്നത പ്രദർശനം നടത്തുക, കുറേ അധികം പീഡോഫിലിക് സൈറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ വളരെയധികം നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങളും, എന്നാൽ നമ്മളുടെ മക്കളൊക്കെ ഇതിന് ഇരകളാകാം. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ മക്കളുടെയൊക്കെ ഫോട്ടോ ഇടുമ്പോൾ ഇത് വേറെ ഏതെങ്കിലും ചെറിയ കുട്ടികളുടെ നഗ്നത വെച്ചുകൊണ്ട് നമ്മളുടെ കുട്ടികളുടെ മുഖമൊക്കെ വന്നിട്ട് ഫോർജ് ചെയ്ത് മോർഫ് ചെയ്ത് ഇതെല്ലാം പ്രദർശിക്കപ്പെടാം. ഇങ്ങനെ ചെറിയ കുട്ടികളുടെ നഗ്നത വരെ കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേപോലെ നമ്മൾക്കറിയാമല്ലോ ഈ ചെറിയ കുട്ടികളുടെ ലൈംഗിക പീഡനം ചെറിയ കുട്ടികളിൽ വളരെ കൂടുതലാണ്. ആൻഡ് ഇത് ചെയ്യുന്നത് പോലും കുടുംബത്തിൽ നമ്മൾക്ക് വെരി റീസെന്റ് ന്യൂസസ്, വളരെ റീസെന്റ് ആയിട്ടുള്ള ആ വാർത്ത നമ്മൾക്കറിയാമല്ലോ. ആ കുട്ടി സുബ്ഹാനല്ലാ പേര് ഓർമ്മ വരുന്നില്ല, അമ്മ കല്യാണി, യെസ്, പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ ആ ഒരു കുട്ടി, അത് പിന്നീടാണ് അത് മനസ്സിലാകുന്നത് അത് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ അടുത്ത ബന്ധുവിൽ നിന്നാണ്. സുബ്ഹാനല്ലാ, നമ്മൾ ആ ഒരു വാർത്തയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിച്ചു പോകും, റബ്ബേ ഈ വളരെ അടുത്ത ബന്ധു, റബ്ബേ വളരെ അടുത്ത ആകല്ലേ, കുറച്ച് അകലെയുള്ള ഒരു അടുത്ത ബന്ധു ആകണമേ. പക്ഷേ സുബ്ഹാനല്ലാ, അത് എത്രത്തോളം ഒരു അടുത്ത ബന്ധുവായിരുന്നു.
എന്ന് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ നമ്മളുടെ മക്കളാണ് നമ്മളുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇരയാകുന്നത്. അപ്പോൾ അറ്റ് സം പോയിന്റ് ഓർ ദി അതർ, നമ്മൾ പാരൻസ് എന്ന നിലയിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണ് നമ്മളുടെ മക്കളുടെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ. നമ്മളുടെ മക്കളെ അവരുടെ ഏറ്റവും അടുത്ത കുടുംബാദികളിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് ആ മക്കൾ ധൈര്യത്തോടു കൂടി ഈ ഭൂമിയിൽ അവർ ജീവിക്കുക? സുബ്ഹാനല്ലാഹ്. അവർക്ക് ആരെയെല്ലാം വിശ്വസിക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലാതെ അവര് എത്ര ഇൻസെക്യൂർ ആയിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഇൻസെക്യൂർ ആയിട്ട് വളരുന്ന മക്കള് ഏതെങ്കിലും ഒരു അഡിക്ഷനിലേക്കോ അല്ലെങ്കിൽ ഒരു അഫയറിലേക്കോ ഒരു ചതിക്കുഴിയിലൊക്കെ പെടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള കാര്യമായിരിക്കും. അവർക്ക് ഏറ്റവും അടുത്തവരെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഏറ്റവും അടുത്തവരിൽ നിന്നോ തന്നെ മാതാപിതാക്കൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ, പിന്നെ അവരെവിടെയാണ് അവർ സേഫ് ആവുക? സുബ്ഹാനല്ലാഹ്. സ്വന്തം വീടകങ്ങളിൽ സേഫ് ആകാത്ത കുട്ടികൾ പിന്നെ ഈ ലോകത്ത് എവിടെയാ സേഫ് ആവുക? അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ ആരെയും വിശ്വസിക്കരുതെന്നും വിശ്വസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളെ എല്ലാത്തിൽ നിന്നും അകറ്റി നിർത്തണം എന്നല്ല. നമ്മൾ നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ ബോധവാന്മാരാകുകയും നമ്മൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മൾ കുറച്ചുകൂടി സ്മാർട്ടായിട്ട്, റബ്ബ് നമ്മളോട് പഠിക്കുവാനും പഠിപ്പിക്കാനും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിക്കുക, എന്താണ് നമ്മളുടെ ചുറ്റും നടക്കുന്നത്, ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഒരു കുട്ടി അത് പീഡിപ്പിക്കപ്പെടുന്നത്, നമ്മൾക്ക് എങ്ങനെ അത് ഇല്ലാതാക്കാം. ഒരു ഉമ്മ, അല്ലെങ്കിൽ ഇപ്പോൾ ഉപ്പമാരൊക്കെ ഗൾഫിലുള്ള അല്ലെങ്കിൽ പുറത്ത് പണിയെടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ടൈമും ആണുങ്ങൾ വീട്ടിലില്ലാത്ത ആ ഒരു ഇതിൽ വീട്ടമ്മയാണ്, ഒരു ഗൃഹനാഥയാണ് അവിടുത്തെ ആ എൻറ്റയർ വീടിൻ്റെ എല്ലാവരും തൻ്റെ എന്താ പറയുക, കുല്ലുക്കും റായിനാണല്ലോ, എല്ലാവരും തന്നെ ഇടയന്മാരാണല്ലോ. ആൻഡ് എവ്രിബഡി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആൻഡ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ചോദ്യപ്പെടാൻ പോകുന്നത് അവളുടെ കുടുംബം, അവളുടെ ഭർത്താവിൻ്റെ വീടും അവളുടെ കുട്ടികളും അവളുടെ കുടുംബത്തെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുക, ആൻഡ് നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴാണ് നമ്മളൊരു ന്യൂസ് വായിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇന്നതൊക്കെയാണ്, ഇന്ന ഇന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ന ഇന്ന ചൂഷണങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം? നമ്മൾ മാതാപിതാക്കൾ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും മക്കളോട് പറയുക, സംസാരിക്കുക. അവർക്ക് നമ്മളിൽ കുറേയധികം കോൺഫിഡൻസ് ഉണ്ടാകട്ടെ. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് പോണോഗ്രഫി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അശ്ലീലമായിട്ടുള്ള വീഡിയോസ് കാണുന്നത്, അത് ഒരു ലഹരിയേക്കാൾ കുറഞ്ഞതൊന്നുമല്ല. നമ്മൾ എത്ര എത്ര ഡിവോഴ്സ് കേസസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി, അവർ ഓൺലൈൻ പോൺ കണ്ടന്റ്സ്, അശ്ലീലമായിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ട് ജീവിക്കുന്നവരാണ്. അവരുടെ സ്പൗസിനെ, അതായത് ഇപ്പോൾ അതൊരു ആൺകുട്ടിയാണെങ്കിൽ ആ കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടിയോട് അങ്ങനെയുള്ള അതായത് ഈ ഒരു അശ്ലീലമായിട്ടുള്ള ഈ ഒരു സൈറ്റുകളിലെല്ലാം നമ്മൾ നേരെ ചൊവ്വേ നടക്കുന്ന ഒരു ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കില്ല. അത് വേറെ അതിനൊക്കെ ഒരു വികൃതമായിട്ടുള്ള ഫോർമാറ്റ്സിലായിരിക്കും അവർ അതൊക്കെ ചെയ്യുന്നതും ഫുൾഫിൽ ചെയ്യുന്നത്. ഇതെല്ലാം ഈ ഈ ഈ കുട്ടിയോട് അത് ഡിമാൻഡ് ചെയ്യും, നീ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇത് ഈ കുട്ടികൾക്ക് ഇതൊന്നും ഒന്നും അറിയാത്ത കുട്ടികളായിരിക്കും നമ്മൾ ഈ കല്യാണം കഴിച്ചു വിടുന്നത്. അവർക്ക് എന്താണ് കറക്റ്റ് എന്ന് പോലും അറിയില്ല. അവർ വിചാരിക്കും ഇതായിരിക്കാം. അവരങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഇത് പറ്റാണ്ടാവുമ്പോഴായിരിക്കും വന്ന് പറയുന്നത് ഉമ്മാൻ്റെ അടുത്തും ഉപ്പാൻ്റെ അടുത്തും, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിനോട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇതാണോ ദാമ്പത്യം എന്നുള്ളത്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ മക്കളെ പഠിപ്പിക്കുക, എല്ലാം പറഞ്ഞ് കൊടുക്കാൻ വേറെ ആൾക്ക് നമ്മൾ തന്നെ പറയണം എന്നില്ല.
നമ്മൾ അവരോട് സംസാരിക്കാൻ ഒരു കൗൺസിലിംഗ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വളരെയധികം എന്താ പറയുക, ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതേപോലെ തന്നെ ഈ കൂടുതൽ പോൺ കണ്ട് കണ്ട് പിന്നെ ഇവര് ഇത് ഈ കാണുന്ന ആൾക്കാർ ഈ ഇമാജിനറി ആയിട്ടുള്ള ശാരീരിക ഫാൻറ്റസീസ് കീപ്പ് ചെയ്യുന്നവരാണ്. അവർക്ക് ഒരു ഒരു സ്വന്തം ഭാര്യയോട്, സ്വന്തം ഭർത്താവിനോട് നല്ലൊരു റിലേഷൻഷിപ്പോ നല്ലൊരു ശാരീരിക ബന്ധമോ അവർക്ക് പുലർത്താൻ പറ്റില്ല. അവർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ലൈംഗിക ക്ഷമത ഉണ്ടാവില്ല. ഒരു മക്കളെ ഉണ്ടാക്കാൻ അവർക്കൊണ്ട് പറ്റില്ല. ബിക്കോസ് അവര് കാണുന്നതും അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതും അവർക്ക് എൻജോയ് ചെയ്യുന്നതും അവരെ എന്താ പറയാ, ലഹരി കൊള്ളുന്നതും ഒക്കെ ഈ ഓൺലൈൻ സംഭവത്തിലൂടെയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. അൽഹംദുലില്ലാ നമ്മൾ അതിലേക്ക് എക്സ്പോസ്ഡും അല്ല, നമ്മൾക്ക് അതിനെപ്പറ്റി വിവരമില്ല. പക്ഷേ ഇതുള്ള സംഭവമാണ്. വളരെയധികം ആ, ഹീനമായ, വൃത്തികെട്ട, നമ്മൾ ശരിക്കും എന്താ ഹബീസ് എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട, മ്ലേച്ഛമായ, നികൃഷ്ടമായ ഫഹ്ശാഇ വൽ മുൻകർ അതിലൊക്കെ പെടുന്നതാണ് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ്. അതേപോലെ തന്നെ ഉള്ള വേറെ കാര്യങ്ങളാണ് നമ്മളുടെ ലൈംഗികമായ അരാജകത്വം. അതായത് കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടാവുക, ഭാര്യ ഭർത്താവും തന്നെ അവർക്ക് തന്നെ ആ- പരസ്പരം അറിഞ്ഞുകൊണ്ട് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഉണ്ടാവുക, അവര് ലഹരി പാർട്ടികളിൽ പോവുക, മദ്യം സേവിക്കുക, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാകുക അറ്റ് എ ടൈം മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാകുക. അതായത് ഒരു കിടപ്പറയിൽ തന്നെ രണ്ടാൾക്കാരിൽ കൂടുതൽ ആൾക്കാരുണ്ടാവുക. സോ അതേപോലെ നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത എത്രയോ എത്രയോ കാര്യങ്ങൾ നമ്മൾക്ക് ചുറ്റും നടക്കുന്നതാണ്. അപ്പോൾ അതേപോലെ വേറൊരു സംഭവമാണ് വീഡിയോ ഗെയിംസ്. ഈ വീഡിയോ ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഗെയിംസ് എന്തായിരുന്നു? നമ്മുടെ നോക്കിയ ഫോണിലൊരു വീഡിയോ ഗെയിം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സൂപ്പർ മാരിയോ. ഇങ്ങനെ ചാടുന്നു, പോയിന്റ് ലഭിക്കുന്നു, ചാടുന്നു, കോയിൻ കിട്ടുന്നു. ഇപ്പൊ ചാടലൊന്നുമല്ല, ഇപ്പൊ കൊല്ലലാണ്, കൊലയാണ്, റേപ്പാണ്, അതേപോലെ ന്യൂഡിറ്റി, നഗ്നത പ്രദർശനം, ഇതൊക്കെയാണ് ഇപ്പോൾ ഗെയിമിൽ പോയിന്റ്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് അറിയില്ല, നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളുടെ സ്പൗസസോ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ വയസ്സായ മാതാപിതാക്കളോ അതേപോലെ വയസ്സായ ആൾക്കാർ വരെ സുബ്ഹാനല്ലാഹ്, ബിക്കോസ് അവർക്ക് അവരുടെ ഫോണുകളിൽ അവരുടെ സ്വകാര്യതയിൽ എന്തും കാണാം. നോബഡി സ്റ്റോപ്പിങ്. ആർക്കും അവരും അതായത് റബ്ബില് വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഇൻകുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്, ഇതറിയില്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റും മലക്കുകളുണ്ട്, ഇവരിതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നാളെ പരിശുദ്ധനായ റബ്ബിന്റെ മുൻപിൽ, ഈ സർവ്വലോകരുടെ മുമ്പിൽ നമ്മളുടെ ഈ തെറ്റുകളൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടും. എനിക്കൊരു കിതാബ് ഉണ്ട്, കിതാബ് മർഖൂം. അതിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഈ ബുക്കില്, എൻ്റെ ഈ ഒരു കിതാബില് ഏതെല്ലാം പോൺ സൈറ്റ്സുകളായിരിക്കും, എന്തെല്ലാം വൃത്തികെട്ട ഫോട്ടോസോ വീഡിയോസോ ആയിരിക്കാം, എന്തെല്ലാം ഹാംഫുൾ ആയിട്ടുള്ള ഗെയിംസ് ആയിരിക്കും ഞാൻ കളിച്ചിട്ടുള്ളത്, എന്തെല്ലാം അശ്ലീലമായ സംസാരങ്ങളാണ് ഞാനൊരു അന്യ മെഹറമല്ലാത്ത ഒരു സ്ത്രീയോടോ പുരുഷനുമായിട്ടോ പങ്കുവച്ചിട്ടുള്ളത്. എൻ്റെ ഭർത്താവ് അറിയാതെ, എൻ്റെ ഭാര്യ അറിയാതെ, എൻ്റെ ഉമ്മ അറിയാതെ, എൻ്റെ ഉപ്പ അറിയാതെ, എൻ്റെ സഹോദരങ്ങൾ അറിയാതെ, എൻ്റെ മക്കൾ അറിയാതെ ഞാൻ ആരുമായിട്ടെല്ലാം എന്തെല്ലാം സ്വകാര്യമായ സംഭാഷണങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇതെല്ലാം നാളെ എക്സ്പോസ് ആകാൻ വരുന്ന ഒരു ദിവസത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ, നാളെ അങ്ങനത്തെ ഒരു റബ്ബിനായിട്ടുള്ള ഒരു മുലാഖാത്ത്, ഒരു ലിഖാ നമ്മൾ യർജു ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ അതിനെ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതൊക്കെ ലഹരികളാണ്. അതൊരു അഡിക്ഷനാണ്.
നമ്മൾക്ക് ഒന്ന് അത് കണ്ടിരിക്കണം. അത് വല്ലാത്തൊരവസ്ഥയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യവും നമ്മൾക്ക് ഉപകാരപ്പെടാത്ത ഒരു കാര്യവും റബ്ബ് നമ്മൾക്ക് ഹറാമാക്കിയിട്ടില്ല. യുഹില്ലുലക്കും അത്തയ്യിബാത്ത്, നമ്മൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും റബ്ബ് ഹലാലാക്കി തന്നിട്ടുണ്ട്. ഹറാമാക്കിയ ഒരു വസ്തു പോലും നമ്മൾക്ക് നല്ലതല്ല. വളരെ ക്ലിയർ ആണ്. ഇനി നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് നമ്മൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അതിൽ നിന്നുള്ള ബാഡ് എഫക്ട്സ് വളരെ കൂടുതലായിരിക്കും. എന്താണ് ഈ ആൽക്കഹോളിസം കൊണ്ട് നമ്മൾക്ക് എന്താ ഗുണം? റബ്ബ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ നിന്നുള്ള ഗുണങ്ങളെക്കാൾ അതിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് കൂടുതലെന്ന്. ആൽക്കഹോളിനെ സംബന്ധിച്ചിടത്തോളം മദ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, അതേപോലെ തന്നെയാണ് ഗാംബ്ലിംഗ്, ചൂതാട്ടം. നമ്മൾ കുറച്ച് പൈസ ഇടുന്നു, പോകുന്നു, അല്ലെങ്കിൽ ജയിക്കുന്നു, അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ, അതൊരു ഹരമാണ്, അതൊരു ലഹരിയാണ്. ഇറ്റ്സ് അ നഷ. ഇറ്റ്സ് അത് ഭയങ്കര ഒരു നമ്മൾ അടിമകളാകുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ഒരിക്കലും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഒരു 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 പോയിന്റ് എത്തുമ്പോഴായിരിക്കും നമ്മൾക്ക് ഇതിൽ നിന്നൊന്ന് വിട്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾക്ക് സ്വാഭാവികമായിട്ടും വളരെ എത്ര ലാഘവത്തോടെയാണ്, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ അതിലേക്ക് പ്രവേശിച്ചത്. ആ ഒരു സിമ്പിളായിട്ട് നമ്മൾക്ക് അതിലേക്കൂടെ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മളത് ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് തെറ്റാണ്, നല്ല ബോധം നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് അതിൽ നിന്ന് പുറത്തു വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ, അതായത് നമ്മൾക്ക് ഇങ്ങനെ ഉള്ള എന്തെങ്കിലും ലഹരിയിൽ പലതും പെടാം കേട്ടോ. നമ്മൾ പറയാത്ത വേറെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ നോർമലി തസ്കിയ ക്ലാസ്സിൽ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇതേപോലെ വേറൊരു ലഹരിയാണ് ഈ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക വേറൊരു ടൈപ്പ് ഓഫ് ലഹരിയാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ ഒക്കൂ, അല്ല അത് പറയാതിരിക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. യാ അതേപോലെ പല പല കാര്യങ്ങളും നമ്മൾക്കറിയാം. എന്തെങ്കിലും ഒരു ഒരു നുണ പറച്ചില്, അതങ്ങ് പറഞ്ഞു പോയി, അത് ഓട്ടോമാറ്റിക്കലി, അത് നുണ പറയേണ്ട ഒരു ആവശ്യമില്ലാത്ത ഇതിൽ പോലും നമ്മുടെ സ്വഭാവമായി സ്വാഭാവികമായി മാറിയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിൽ നിന്നൊരു രക്ഷയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എന്താണ് നെബിചേറ്റി, എന്താണ് ഇങ്ങനെ ഒരാള് നമ്മളോട് വന്ന് പറയുകയാണ്, നമ്മൾക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നുകയാണ്, റബ്ബേ എൻ്റെ ഈ ഒരു അഡിക്ഷൻ, അത് നമ്മളുടെ പ്രൈവറ്റ് ലൈഫിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നമ്മളും റബ്ബും തമ്മിലുള്ള ഒരു അറിവാണ്. ബാക്കി ആർക്കും അറിയാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു ഈ പറഞ്ഞിട്ടുള്ള ഏതൊരു ലഹരിക്കും നമ്മൾ അടിമയാണെങ്കിൽ അത് വേറെ ആരും അറിയാതെ തന്നെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ പോർണോഗ്രാഫിക് അഡിക്ഷനും, അതേപോലെ വേറെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഈ ചാറ്റിംഗ് ഒന്നും ബാക്കിയുള്ള ആൽക്കഹോളിസമോ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷനോ സബ്സ്റ്റൻസ് അബ്യൂസോ ഒന്നും പോലെയല്ല. അത് ആരും അറിയാൻ പറ്റില്ല, അല്ലേ? മറ്റേതെന്ന് പറയുന്നത് ഇപ്പൊ കള്ളു കുടിച്ച് വന്നാൽ അവർക്ക് ബോധമില്ലാണ്ടാവും. ഡ്രഗ് അടിച്ച് വന്നാൽ ആ കണ്ണും അവരെ ഇരിപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം, ഇവൻ കഞ്ചാവാണ്, ഇവൻ വീടാണ്, ഹീസ് ഹൈ. ഇങ്ങനെയുള്ളവര് എന്താണ് ഇവർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇവർ ഈ മദ്യത്തിന് വേണ്ടി ആദ്യം കാശൊക്കെ കട്ടെടുക്കും. പിന്നീട് അവർക്ക് അറിയാൻ പറ്റില്ല, ഇവർക്ക് അവത് നിർത്തണമെന്ന് വിചാരിച്ചാൽ പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മദ്യത്തിന്റെയും ലഹരിയുടെ ഒക്കെ ഈ ഒരു സപ്പോർട്ടിലാണല്ലോ എന്ത് വലിയ വലിയ കുറ്റങ്ങളാണ്, വലിയ വലിയ തെറ്റുകളാണ് ചെയ്യുന്നത്. ഒരു മോൻ സ്വന്തം സഹോദരനും, അതേപോലെ വല്യുമ്മയെയും മൂത്താപ്പയെയും മൂത്തുമ്മയും ഒക്കെ സ്വന്തം ഉമ്മയെ പ്രഹരിക്കുക. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ ഒരു പോലീസിൽ പോയി കീഴടങ്ങുക. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നമ്മൾ ഈ കൊട്ടേഷൻ കൊടുക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത്, അവരാ ക്രൈം ചെയ്യുന്നത് മുമ്പ്, ആ ഒരു ക്രൈം, ആ ഒരു അപരാധം ചെയ്യുന്നതിന് മുമ്പ് അവർ എന്തെങ്കിലും ഡ്രഗ്സ് അടിക്കും, സോ ദാറ്റ് അവർക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി, അവർക്ക് ഒരു ധൈര്യം, എന്തെന്നില്ലാത്തൊരു ധൈര്യം അവർക്ക് വരും എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾക്ക് ഇതൊക്കെ നിർത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ ആരെങ്കിലും നമ്മളെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഹറാം, നീ വളരെ തെറ്റാണ് ചെയ്തേക്കുന്നത്, എനിക്കിനി ഒരു രക്ഷയില്ല, എങ്ങനെ മോനെ, നീ എൻ്റെ മോനായി ജനിച്ചിട്ട് നീ എങ്ങനെ ഇത് ചെയ്തു? അങ്ങനെ ആകണോ നമ്മളുടെ അപ്രോച്ച്? സുബ്ഹാനല്ലാ, ഇങ്ങനെ പല എക്സാമ്പിൾസും റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാ, അപ്പോൾ ഒരാള് റസൂലിന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, എനിക്ക് ഒരു വീക്ക്നെസ് ഉണ്ട് യാ റസൂൽ, എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്, എനിക്ക് സിന ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഈ ഒരു കാര്യം മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എണീറ്റ് കൈ പിടിച്ച് അതായത് പറയില്ലേ, നീ നിർത്ത്, നീ എന്താണ് ഇപ്പൊ പറയുന്നത്, നീ ഇപ്പോ എന്താ നീ സംസാരിക്കുന്നത്, നീ ആരുടെ മുന്നിലാണ് ഇതെല്ലാം പറയുന്നത്? സുബ്ഹാനല്ലാ, മാ മാ നീ പറയില്ലേ, നീ നിർത്തൂടെ വെച്ചിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ലെറ്റ് മീ ഹാൻഡിൽ. എന്നിട്ട് ചോദിച്ചു, എന്താണ് റസൂൽ, ഇങ്ങനെ ഒരു സംഭവം റസൂൽ, എനിക്കിതിനെ ഓവർകം ചെയ്യണമെന്നുണ്ട്, എനിക്കിത് പറ്റുന്നില്ല കേട്ടോ. അപ്പൊ റസൂൽ അപ്പൊ എന്തായിരിക്കാം റസൂൽ പറഞ്ഞത്? നീ നിസ്കരിച്ചാൽ മതി, നീ തഹജ്ജുദിനെ നീച്ചാൽ മതി, നീ നോമ്പ് നോറ്റാൽ മതി, ഏഹ് അല്ലെങ്കിൽ നീ അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞിട്ട് അയാളെ ഉപദേശിച്ചു വിട്ടോ? അങ്ങനെയാണോ? അങ്ങനെയല്ല. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? റസൂൽ പറഞ്ഞു, നീ ആരോടാണ് തോളത്ത് കൈയിട്ട് വളരെ സ്വീറ്റ് ആയിട്ട്, വെരി വെൽക്കമിങ്, വെരി സ്വീറ്റ്, റസൂലിനെ ഓരോരുത്തരെയും റസൂൽ ഹാൻഡിൽ ചെയ്തത് അങ്ങനെയായിരുന്നല്ലോ. റസൂൽ പറഞ്ഞു, നിനക്ക് ഈ ഒരു ഈ ഒരു വ്യഭിചാരം, നിന്റെ ഉമ്മയിൽ നിന്ന് നീ അത് ഇഷ്ടപ്പെടും? ഇല്ല. നിന്റെ ഭാര്യ, നിന്റെ മകൾ, നിന്റെ ആ, സഹോദരി, നിന്റെ അമ്മായി, അങ്ങനെ ഓരോ, അതായത് ഒരു സ്ത്രീ ആരൊക്കെ ആകാം, ഈ ഓരോ ക്വസ്റ്റ്യനും ആ ആ മനുഷ്യനോട്, ആ യുവാവിനോട് റസൂൽ ചോദിച്ചു, ഇഷ്ടപ്പെടുമോ? നീ നിന്റെ ഉമ്മ ഒരു വ്യഭിചാരിയാകണം, അല്ലെങ്കിൽ നിന്റെ ഉമ്മയെ, അല്ലെങ്കിൽ നിന്റെ മകള്, അതിനോ അവരോട് പറഞ്ഞു, ഇല്ല യാ റസൂൽ, നെവർ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പൊ നീ സിനക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന ഓരോ സ്ത്രീയും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അല്ലേ? അപ്പോ സുബ്ഹാനല്ലാ, അയാൾക്ക് ഭയങ്കര വിഷമമാണ്. എന്നിട്ട് എന്നിട്ട് റസൂൽ അദ്ദേഹത്തെ പിന്നീട് ബാക്കി വേസൊക്കെ പറഞ്ഞു കൊടുത്തു. നീ ഒന്നു കൊടുക്കൂ, നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കും. സോ ഇങ്ങനെയാണ് അപ്രോച്ച്, ഇങ്ങനെ ആയിരിക്കണം അപ്രോച്ച്. നമ്മൾ വളരെയധികം സഹാനുഭൂതിയോട്, എമ്പത്തിയോടുകൂടി, സ്നേഹത്തോടു കൂടി അപ്രോച്ച് ചെയ്യണം. ഒരാൾ ആ 100 മറ്റേ 99 കൊലപാതകം നടത്തിയ ഒരു വ്യക്തിയെ പറ്റി അറിയാലോ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾക്ക് ഇടയിൽ ഒരു കള്ളുകുടിയനുണ്ടായിരുന്നു. റസൂലിനെ എപ്പോഴും ചിരിപ്പിക്കുമായിരുന്നു അദ്ദേഹം. പക്ഷെ അയാൾ കള്ളു കുടിക്കുമായിരുന്നു. കള്ളു കുടിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷയായിരുന്നു വിപ്പ്, അടിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ഇയാൾക്ക് ഇങ്ങനെ ശിക്ഷ ലഭിക്കും. അപ്പോ ആം, ആം, സഹാബാക്കള് ഇയാളെ കളിയാക്കി. അപ്പൊ ഈ ശിക്ഷ കൊടുക്കുന്നതിന്റെ ഇടയിൽ, അതായത് ഒരു കള്ളുകുടിയനായ ഒരാള് കള്ളു കുടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ അയാളെ ചാട്ടൊക്കെ അടിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അയാളെ കളിയാക്കിയപ്പോ
അതായത് കളിയാക്കിയതല്ല. അതായത് സഹാബാക്കൾ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൈക്ക്, ലഅനത്തുല്ലാഹി അലൈക്ക്, ഉഫ്, അള്ളാന്റെ ശാപം തനിക്ക് ഉണ്ടാവട്ടെടോ, തനിക്ക് ഇത് തന്നെയാണല്ലോ തന്റെ പണി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി, നിങ്ങൾ അങ്ങനെ പറയരുത്, വല്ലാഹി, അയാൾക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്കറിയാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏതൊരു ദുഷ്ടനാണെങ്കിലും അയാളുടെ നന്മയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് എടുത്ത് പറഞ്ഞത്. വല്ലാഹി, ഐ നോ ദാറ്റ് ഹി ലവ്സ് അല്ലാഹ് ആൻഡ് ഹിസ് പ്രൊഫറ്റ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു അപ്രോച്ച്, സുബ്ഹാനല്ലാഹ്, ഒരു ഈ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് വളരെ സിമ്പിൾ സിമ്പിൾ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അതൊരിക്കലും വർക്കൗട്ട് ആവുകയില്ല, അല്ലേ? വലിയ വലിയ പ്രശ്നത്തിന് നിങ്ങൾ കുറച്ച് നേരം ദിക്ർ ചൊല്ലിയാൽ മതി, നിങ്ങൾ കുറച്ച് ഇന്ന സൂറ 10 പ്രാവശ്യം ചൊല്ലിയാൽ മതി, ഇതൊന്നുമല്ല പരിഹാരം. പരിഹാരം എന്ന് പറയാൻ നേരത്ത് അത് റൂട്ട് ലെവൽ, അത് വേരോടെ പിഴുതെറിയുന്ന പരിഹാരങ്ങളായിരിക്കണം, അല്ലേ? ഈ ലഹരിക്കൊക്കെ അടിമകളായിട്ടുള്ള ആൾക്കാർ, അത് ഏത് ടൈപ്പ് ലഹരിയാണെങ്കിലും, ഇപ്പോൾ ഈ മദ്യമാണെങ്കിലും അതേപോലെ ഡ്രഗ്സ് ആണെങ്കിലും, അവർ പോയി അവസാനിക്കാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ അവരുടെ ഖബറിടങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ അവർ പോയി ഏതെങ്കിലും ഒരു മുക്കത്തായിരിക്കും, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അത് അതൊരു റീഹാബിലിറ്റേഷൻ സെന്റർ ആണെങ്കിൽ ഓക്കെ, അതൊരു മറ്റേ ലഹരി വിമുക്ത കേന്ദ്രത്തിലാണെങ്കിൽ ഓക്കെ, രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചെന്ന് അവസാനിക്കാൻ പോകുന്ന ഒരു മുറി എന്ന് പറയുന്നത് അതൊരു ജയിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റൂമോ ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് വേണ്ടതെന്ന് പറയുന്നത് നിർമാർജനമാണല്ലേ. വി ഹാവ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് തിങ്. വേരോടെ ഉന്മൂലനമാണ് നമ്മൾക്ക് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പോ അതായത് ചിലപ്പോഴൊക്കെ നമ്മളൊരു ഹിജറ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു കമ്പനി മാറ്റുക, നമ്മളുടെ കൂട്ടുകാരെ മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ വീട് മാറുക, സാഹചര്യങ്ങളെ മാറ്റുക, ഇതെല്ലാം ഈ ഒരു ലഹരികൾക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അൽജാറു ഖബലദ്ദാറു, അതായത് നമ്മളൊരു വീട് സെലക്ട് ചെയ്യുമ്പോൾ അതിന് മുൻപ് അതിൻ്റെ ഒപ്പം തന്നെ അൽ ജാറു, അതായത് അതിൻ്റെ നൈബേഴ്സിനെ ആദ്യം നോക്കുക. വീട്, അതായത് പരിസരത്തുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനുശേഷമാണ് നമ്മൾ ആ വീട് ഇഷ്ടപ്പെടേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ദീനിൽ നിന്നും ഖുർആനിൽ നിന്നും സുന്നയിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ മറികടക്കേണ്ടതെന്നുള്ള എക്സാമ്പിൾസ് നമ്മൾക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പേഴ്സണലി ആണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുടെ കേസ് ആണെങ്കിലും, ആരാണ് നമ്മളുടെ കുട്ടികളുടെ ഫ്രണ്ട്സ്, ആരൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡിൻ്റെയോ നമ്മുടെ സഹോദരങ്ങളുടെയോ ഒക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യമാരുടെ ഒക്കെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, എന്താണ് അവരുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്, എന്താണ്, നന്മയിലേക്ക് പിടിച്ചു വലിക്കുന്ന ഫ്രണ്ട്സുകളൊക്കെ നമ്മൾക്ക് തന്നെ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ ചില ആൾക്കാരൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾക്ക് നല്ല ഹൈ ഈമാനും നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും, ചില ആൾക്കാരൊപ്പം വരുമ്പോൾ നമ്മൾ വളരെ ലോ ഈമാനും വളരെ ലോ ലെവൽ ഓഫ് സംസാരങ്ങളും, അതേപോലെ നമ്മളുടെ പല പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ദാറ്റ് കമ്പനി. എന്തുകൊണ്ട് ആ ഒരു കമ്പനിയിൽ നമ്മളുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു ഇത് കുറക്കുക, അവിടെ കൂടുതൽ എന്തെങ്ങനെ നന്നാക്കാൻ പറ്റും. വിട്ടുപോകാൻ ഞാൻ പറയുകയില്ല, ബിക്കോസ് വിട്ടുപോകാൽ ഒരു നമ്മൾക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ വിട്ടുപോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ തന്നെ നിന്ന് നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കുമല്ലോ, ഇപ്പോൾ നമ്മളെ കുടുംബാദികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്തവരാണ് എങ്കിൽ നമ്മളിലൂടെ നമ്മൾ നന്നാവുക, നമ്മളിലൂടെ നമ്മൾക്ക് തന്നെ നന്നാക്കാൻ പറ്റണില്ല എന്ന്, നമ്മൾക്ക് തന്നെ നന്നാകാൻ പറ്റുന്നില്ല എന്ന ഒരു അവസ്ഥ വന്നാൽ നമ്മളത് ആ കമ്പനി വിടുക. ഇനി അതല്ല, നമ്മൾക്കും നന്നാകാം, നമ്മൾ നല്ലതാണ്, പക്ഷെ അവിടെ എത്തുമ്പോഴാണ് ചീത്തായി പോകുന്നതെങ്കിൽ അവിടെ ഉള്ള എന്തെങ്കിലും ഒരു സ്ക്രൂ, ഒരു വയർ, അതായിരിക്കും എടുത്ത് മാറ്റേണ്ടത്. ആൻഡ് ഇറ്റ്സ് ഗോൺ ബി ഗുഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രമിച്ച് നന്നാക്കുക എന്നുള്ളതാണ്. ഒരിക്കലും എന്താ പറയാ, തിന്മ ചെയ്യുന്നവരെ വെറുക്കരുത്, നമ്മൾ തിന്മയാണ് വെറുക്കേണ്ടത്. ബിക്കോസ് ഈ തിന്മകളൊക്കെ ഈ ജനങ്ങളെ കൊണ്ട് പ്രേരിപ്പിച്ച് അവരുടെ ചെവികളിൽ നിരന്തരം ഇങ്ങനെ വസ്വസ ചെയ്ത്
പ്രേരിപ്പിക്കുന്നത് ആരാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. നമ്മളുടെ പിതാവായ ആദം അലൈഹിസ്സലാമയെ കൊണ്ട് ഈ ദുനിയാവിലെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്, അതെല്ലാം ഹലാലാക്കി തന്ന റബ്ബ് ആ സ്വർഗത്തിൽ ആദം അലൈഹിസ്സലാമയോട് ആകെ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം, ജസ്റ്റ് ഒരേ ഒരു കാര്യം, ലാ തഖ്റബ, നിങ്ങൾ രണ്ടുപേരും ആ മരത്തിന്റെ അടുത്തേക്ക്, ലാ തഖ്റബ, നിങ്ങൾ അതിന്റെ അടുത്തേക്ക് പോകരുത്. ആൻഡ് ഈ ഇബ്ലീസ് എന്തുകൊണ്ടാണ്, എന്ത് പറഞ്ഞിട്ടാണ്? ഒരു വ്യാമോഹത്തിൽ അവർ രണ്ടുപേരെയും അടിമപ്പെടുത്തി കളഞ്ഞ ഇബ്ലീസ് എന്നേക്കുമായിട്ടുള്ള. അതായത് ഈ ഈ ആൽക്കഹോളും ഈ ഡ്രഗും അല്ലെങ്കിൽ ഈ പോണോഗ്രഫിയൊക്കെ കാണുമ്പോൾ ഒരു നൈമിഷികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു സുഖമായിരിക്കും കിട്ടുന്നത്. എന്നിട്ട് ഈ സുഖം ഒരിക്കലും വിടാതിരിക്കാനാണ് വീണ്ടും വീണ്ടും ഇതിനെ അടിമപ്പെട്ടു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ പരലോക ചിന്തയുള്ള നമ്മളാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ചിലപ്പോഴൊക്കെ ഇതിൻ്റെയൊക്കെ നമ്മൾ അത് ചെയ്തു പോകും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഡ്രഗ് അഡിക്ഷൻ, ഈ ലഹരി, അതായത് ഇപ്പോൾ ആൽക്കഹോളിസം ആകട്ടെ, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ആകട്ടെ, അല്ലെങ്കിൽ പോണോഗ്രഫി ആകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഗെയിം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലത്തുള്ള വളരെ ഈ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അധാർമികമായിട്ടുള്ള ഗെയിംസ് നമ്മൾ കുട്ടികളടുത്ത് സംസാരിക്കുക. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ മോനെ വിളിച്ച് ചോദിക്കാം, മോനെ നീ ഏത് ഗെയിമാണ് കളിക്കുന്നത്? അപ്പോൾ പബ്ജി ആണ് ഉമ്മ. അപ്പോൾ പബ്ജിയിൽ എന്താ മോനെ നടക്കുന്നത്? അല്ലെങ്കിൽ ഇന്നതാണോ ഉമ്മ, അല്ലെങ്കിൽ ഇന്ന സാധനമാണോ, എന്താണ് അവിടെ ആക്ച്വലി നടക്കുന്നത്? അവിടെ നമ്മൾ ഇങ്ങനെ ആൾക്കാരെയൊക്കെ കൊല്ലും. എപ്പോഴാണ് പോയിന്റ് കിട്ടുന്നത്? നിങ്ങൾ ചോദിക്കുക, എപ്പോഴാണ് പോയിന്റ് കിട്ടുന്നത്? അത് ഇങ്ങനെ ആൾക്കാരെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ ബോംബിടുമ്പോൾ ഒക്കെയാണ് ഉമ്മ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, മോനെ ഈ ഇപ്പോൾ നമ്മുടെ ഗസയിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ, അല്ലെങ്കിൽ ഇസ്രായേലും ഗസയും തമ്മിലുള്ളതെങ്കിൽ ഇറാനിൽ അവിടെയൊക്കെ ബോംബ് ഇട്ടപ്പോൾ നിനക്ക് വല്ല സന്തോഷം കിട്ടിയോ? അപ്പോൾ ഇല്ല ഉമ്മ, നമുക്കതൊക്കെ ഹറാമല്ലേ മോനെ. അപ്പോൾ ഉമ്മ, ദിസ് ജസ്റ്റ് എ ഗെയിം, ഇതൊരു ഗെയിം അല്ലേ മോനെ. അപ്പം മോനെ, ഈ ഗെയിമൊക്കെ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ മോളും മോനും എല്ലാവരും കേട്ടോ, ഈ ഗെയിം കളിച്ചാലോ അതും അതും തെറ്റല്ലേ മോനെ. നമ്മൾക്ക് എന്ത് സുഖമാണ് ഒരാളെ കൊന്നിട്ട് കിട്ടുന്ന പോയിന്റ്സ് എന്ന് പറയുന്ന നേരത്ത്, അത് അത്രയും സാഡിസ്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് അല്ലേ. ഒരിക്കലും ഒരാളെ കൊല്ലുക ബിഗൈരി ഹക്ക്, ഒരാൾ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ എന്താണ് ഖിസാസ് എന്ന രീതിയിലല്ലാതെ ഒരാളെ ഒരു ഹക്കൂലാണ്, ഒരു ദുഷ്ടനല്ലാത്ത ഒരാളെ ഒരു ആരെയും കൊന്നത് കൊണ്ട് നമ്മൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരാളും ഒരാളും കൊല്ലപ്പെടേണ്ട ആളല്ല. കൊല എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റം തന്നെയാണ്. അപ്പോൾ അത് ഓൺലൈൻ ചെയ്താലും അത് വെർച്വൽ വേൾഡിൽ ചെയ്താലും അത് അത് ആ ഒരു വെർച്വൽ വേൾഡിൽ അത് ഒരു കുറ്റം തന്നെ അല്ലേ മോനെ. അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ വേർഡൊന്നും വേണ്ട, നമ്മൾക്ക് കുറച്ച് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസ് കളിക്കാം. ബിക്കോസ് ഇതൊരു കുറ്റം തന്നെയാണ് മോനെ. പല പല കാര്യങ്ങളുണ്ട്. നമ്മളിതൊരു റെസ്ട്രിക്റ്റ് ചെയ്ത്, ഇസ്ലാം ഒരിക്കലും, അല്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും, അല്ലെങ്കിൽ ഉമ്മ ഉപ്പ ഒരിക്കലും നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യാന്ന് വിചാരിക്കരുത്. പക്ഷെ നമ്മൾക്ക് ഗുണമില്ലാത്ത ഇത് പിന്നീട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായി മാറിയാലോ മോനെ, വളരെ ഇതായിട്ട് കം ലെറ്റ്സ് ഫൈൻഡ് സം അതർ ഗുഡ് ഗെയിംസ്, നല്ല കുറച്ച് ഗെയിംസ് കണ്ടുപിടിക്കാം. അത് വേറെ, അല്ലെങ്കിൽ നല്ലൊരു ഓൾട്ടർനേറ്റീവ് നമ്മൾക്ക് ഇതാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ആ മക്കളൊപ്പം കുറച്ചധികം നേരം സംസാരിച്ചിരുന്നാൽ തന്നെ അവർക്ക് ഗെയിമിനേക്കാൾ കൂടുതൽ സന്തോഷം കിട്ടും. നമ്മൾ നമ്മളുടെ മക്കളുടെ ഒപ്പം ഏറ്റവും നല്ല ടൈം സ്പെൻഡ് ചെയ്യലാണ് അവർക്ക് എല്ലാ ഗെയിമിനെയും കാട്ടി ഇഷ്ടം. ഇതൊന്നും നമ്മുടെ സാമീപ്യവും അവരുടെ സഹോദരങ്ങൾ തമ്മിൽ, മക്കൾ തമ്മിലൊന്നും കാണാണ്ട് ഒറ്റക്ക് ഇരിക്കുമ്പോൾ പിന്നെ ഈ കുട്ടികൾ എന്താ ചെയ്യുക? അവർക്ക് ഓൺലൈൻ വേറെ ഫ്രണ്ട്സ് വരും, അവരെന്തെങ്കിലും ഇതേപോലെ കളിക്കും. നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെ കളിക്കും, അവർ കുറെ വീഡിയോസ് കാണും, എന്തെല്ലാം അവർ കാണും അല്ലാഹു ആലം, നമ്മൾക്കും അറിയില്ല, അവർക്ക് തന്നെ അറിയില്ല അവരെന്തുകൊണ്ട് അത് കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കുക, കുട്ടികളുടെ കേസിൽ പ്രത്യേകിച്ച് വളരെയധികം ശ്രദ്ധ കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നിടത്ത് നമ്മൾക്ക് അതായത് നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അറിയാം നമ്മൾ കുറേ വീക്ക്നെസ്സുകളുണ്ട്. നമ്മളെല്ലാ റമദാനിലും
അല്ലെങ്കിൽ നമ്മുടെ ഹജ്ജിന്റെ ടൈമിലാണെങ്കിലൊക്കെ നമ്മൾ കുറേ റെസൊല്യൂഷൻസ് ഉണ്ടാക്കും. നമ്മൾ ജംറയിലൊക്കെ കല്ലെറിയുമ്പോൾ നമ്മൾ പറയും ഇന്ന കാര്യത്തിൽ നിന്ന് ഫ്രീ ആകാൻ വേണ്ടിയാണ് എനിക്ക് ഈ ഒരു ഇബ്ലീസ്, ഈ ഒരു ശൈത്താനിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കല്ലെറിയും. പക്ഷെ ഈ കല്ലെറിഞ്ഞ് കുറച്ച് നാൾ നമ്മൾക്ക് ഇതുണ്ടാവും, വീണ്ടും നമ്മളുടെ ഈമാൻ അത് താഴത്തേക്ക് പോകും. അല്ലേ? ഒരാളുടെ ഈമാൻ എന്ന് പറയുന്നത് ഒരു വസ്ത്രം പോലെയാണ്. അത് കുറച്ച് കാലം അത് ദ്രവിക്കും. എപ്പോഴും ഒരേ വസ്ത്രം ഇട്ടാൽ അത് ദ്രവിക്കും. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വസ്ത്രങ്ങൾ എടുത്ത് ക്ലീൻ ചെയ്യണം. അതിനെ ഒന്ന് നന്നായിട്ടൊക്കെ നോക്കണം. ചിലപ്പോൾ വസ്ത്രങ്ങൾ മാറ്റേണ്ട വരും. അപ്പൊ നമ്മൾ രണ്ടാമത് പുതുക്കി റിന്യൂ ചെയ്തിട്ട് വീണ്ടും നമ്മൾ വസ്ത്രം ധരിക്കണം. അപ്പോൾ അതേപോലെ നമ്മൾക്ക് ഇപ്പോൾ കുറച്ച് അധികം സ്റ്റെപ്സ് എങ്ങനെ നമ്മൾക്ക് നമ്മളുടെ തന്നെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ഒരു സീക്ക് ചെയ്യാൻ വന്ന ആൾക്കാരോട് നമ്മൾക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാം ഒരു നല്ലൊരു നീയത്ത്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹാർട്ടോട് കൂടിയാണ്. അതായത് എനിക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് മുക്തമാകണം, അതിനുവേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് ഉറച്ച തീരുമാനത്തോടെ ആയിരിക്കണം തുടക്കം. അല്ലാതെ ഇതൊന്ന് ചെയ്തു നോക്കാം, നമ്മൾ മറ്റേ ഈ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാൻ നേരത്തെ അങ്ങനെയാണല്ലോ, എക്സസൈസ് ചെയ്ത് നോക്കാം, തടി കുറഞ്ഞാലും ഓക്കെ, അല്ലെങ്കിൽ നടുവേദന മാറിയാലും ഓക്കെ, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റേത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാം. ഇങ്ങനെയല്ല, വളരെ ഉറച്ച സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം, ഒരു നീയത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റി നമ്മൾക്ക് നല്ല ഇൽമ് ഉണ്ടാകുക എന്നുള്ളതാണ്. നല്ല നോളജ്, നല്ല അറിവ് ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾക്കൊരു ലഹരിയാണ് നമ്മളുടെ ഏതെങ്കിലും ഒരു ഡ്രഗ് അബ്യൂസ് ആണ് നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റുന്നെങ്കിൽ, എന്താണ് ഈ ഡ്രഗ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അള്ളാഹു ഇതിനെ ഹറാമാക്കിയിട്ടുള്ളത്, എന്താണ് അതിൻ്റെ സൈഡ് എഫക്ട്സ്, എന്നെ സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി, അതായത് ആത്മീയപരമായിട്ടും ഫിസിക്കൽ, അതായത് ഭൗതികപരമായിട്ടും എങ്ങനെയാണ് ഈ ഡ്രഗ് എന്നെ ഹാം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ പോണോഗ്രഫി, ഞാൻ അശ്ലീലമായിട്ടുള്ള ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊരു അശ്ലീലത കാണുന്നതല്ലേ, അത് എങ്ങനെയാണ് എൻ്റെ കുടുംബ ജീവിതത്തെ ഇത് ബാധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് റബ്ബ് ഇത് മറ്റുള്ളവരുടെ നഗ്നത, എന്താണ് അതിൻ്റെ ഫിഖ്ഹി ആയിട്ടുള്ള പരങ്ങൾ. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഇത് മറ്റുള്ളവരുടെ നഗ്നത കാണുന്നത് ഇത് ഹറാമാണ്, ഇന്റൻഷനലി കാണുന്നത് ഹറാമാണ്, എന്തുകൊണ്ടാണ്, അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഹറാമാകുന്നത്. അപ്പൊ ഇതിനൊക്കെ പറ്റി നമ്മൾ ഗാഢമായി പഠിക്കുമ്പോൾ നമ്മൾക്ക് ശരിക്കും ഇത് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ റൂഹിനെയും നമ്മളുടെ ശരീരത്തെയും ഈ കാര്യങ്ങൾ എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് മനസ്സിലാകും. അതായത് ശാരീരികമായിട്ടും നമുക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ടാകും, മാനസികപരമായിട്ടും നമ്മൾക്ക് കുറെ മാറ്റം ഉണ്ടാകും. ഈ എന്താ പറയാ, വൈകല്യമാണ്, അതൊരു മാനസിക എന്താ പറയാ, വൈകല്യം അല്ല, ഒരു വൈകൃതം, വികൃതമായ ഒരു സംഭവമായി മാറും നമ്മളുടെ മനസ്സെല്ലാം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കാതെ ഒന്നും അറിയാതെ അത് ഹറാം ഇത് ഹറാം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഹറാമായെന്ന് മനസ്സിലാവില്ല. അല്ലേ? നമ്മളിപ്പോ ഒരു ബൈഹാർട്ട് പഠിക്കുന്ന പോലെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവം എന്നൊന്നും അറിയില്ല, നമ്മൾ ചുമ്മാ ബൈഹാർട്ട് പഠിക്കുന്നു, എഴുതുന്നു, മാർക്ക് കിട്ടുന്നു, ഹലസ്. അല്ലാതെ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ അതെന്നും നിലനിൽക്കുകയുള്ളൂ. ഇനി ഇനി നമ്മളും ഇപ്പോ നമ്മൾ ഇപ്പോ ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ, നമ്മൾ തന്നെയാണെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് എഗെയിൻസ്റ്റ് മാറാൻ വേണ്ടി നമ്മൾ ചെയ്യണം. നമ്മളൊരു ചെറിയ ചെറിയ ഷോർട്ട് ടേം ഗോൾസ് വെക്കുക. ഓക്കെ, ഒരാഴ്ച ഞാൻ ചെയ്യില്ല. ഈ ഒരാഴ്ച ചെയ്യാതിരുന്നാൽ നമുക്ക് ഹലാലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മൾക്ക് തന്നെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു വീക്ക്നെസ് ഉണ്ട്, നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമ്മൾ സ്വീറ്റ് തിന്നു വിചാരിച്ചോ. അങ്ങനെ ഈ സ്വീറ്റ് തിന്ന് നമ്മൾക്ക് ഒരു ഡയബറ്റീസ് വന്നു, നമ്മളുടെ ക്രിയാറ്റിൻ കൂടിയിരിക്കുകയാണ്, പല പ്രശ്നങ്ങളിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്, കൊളസ്ട്രോൾ ഒക്കെ കൂടി വരുന്നത്. എന്ത് ചെയ്യാം നമ്മൾക്ക്? അപ്പൊ നമ്മൾ നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം, ഞാൻ ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യും. എന്നിട്ട് നമ്മൾക്കൊരു ഷോർട്ട് ടേം ഗോൾ, ഒരാഴ്ച ഞാൻ ഡയറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ചീറ്റ് ഡേ, ഡയറ്റിൽ ഒരു ചീറ്റ് ഡേ ഉണ്ടല്ലോ, അതേപോലെ ഒരു കാര്യം. അതേപോലെ ഞാൻ ഈ സോഷ്യൽ മീഡിയ, ഇനി റീൽസ് കാണല് ഞാൻ നിർത്തും. എന്നിട്ട് നമ്മൾ വിചാരിക്കാം, ഓക്കെ, ഒരാഴ്ച ഞാൻ അല്ലെങ്കിൽ ഇത് കുറച്ച് കൊണ്ടുവരാം. എന്നിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം അരമണിക്കൂർ മാക്സ്, അത് കഴിഞ്ഞാൽ ഇത് നിർത്തും.
അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്നാ ഒരു ഗിഫ്റ്റ് നമ്മൾക്ക് എന്താണ് ഇഷ്ടമുള്ള ഹലാലായിട്ടുള്ള ഒരു കാര്യം, അതായത് എന്നാ ഒരു ഐസ്ക്രീം, അല്ലെങ്കിൽ ഒരു ഒരു ഡ്രസ്സ്. ഇപ്പോൾ ഷോപ്പഹോളിക് ആണെങ്കിൽ ഒരാഴ്ച ഷോപ്പ് ചെയ്യാതിരിക്കുക, എന്നിട്ട് നമുക്ക് ആമസോണിൽ കയറിയിട്ട് ഒരു ഡ്രസ്സ്, അങ്ങനെ ഒരു ചെറിയൊരു ഗിഫ്റ്റ്. അല്ലെങ്കിൽ ഇത് ഹറാമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഹറാമായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കരുത്, ഹലാലായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പുറത്തു പോയിട്ട് എല്ലാവരും ഒന്ന് പുറത്തു പോയിട്ട് ഒരു ഫുഡ് കഴിക്കുക, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. അങ്ങനെ ചെറിയ ഇത് നമ്മളും റബ്ബും തമ്മിലുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് സെൽഫായിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഈ സംഭവം ചെയ്യാതിരുന്നാലോ നമ്മൾക്ക് ചെറിയ രീതിയിൽ നഷ്ടം വരുത്തുന്ന എന്തെങ്കിലും ഒരു റീകമ്പൻസേഷൻ. അതായത് ഞാൻ ഒരാഴ്ച ഞാൻ ഈ ഒരു ഡയറ്റ് നോക്കിയില്ലെങ്കിൽ, ഒരാഴ്ച ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നില്ലെങ്കിൽ, ഒരാഴ്ച ഞാൻ ഈ ഫോൺ കണ്ടില്ല, കാണരുത് എന്ന് തീരുമാനിച്ചു, പക്ഷെ ഞാനത് ചെയ്തു പോയാൽ ഒരു കോമ്പൻസേഷൻ, ഒരു 1000 രൂപയോ 2000 രൂപയോ എന്തെങ്കിലും, അതൊരു ഫൈനായിട്ട് നമ്മൾ പെനൽറ്റി പേ ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളെ ചുമതലപ്പെടുത്തുക. എനിക്കിങ്ങനെ ഒരു കാര്യമുണ്ട്, യു ഹാവ് ടു മേക്ക് ഷുവർ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളില്ല എങ്കിൽ നിങ്ങളത് വിട്ടേച്ച് കളയുക. അല്ലെങ്കിൽ അത് കൂടുതൽ ഫിത്നയിലേക്ക് പോകും. അപ്പോൾ നമ്മൾക്ക് ഐഡിയലി നമ്മൾക്ക് നല്ലൊരു ഇണയുണ്ടെങ്കിൽ ആ ഇണയോട് പറയാം, എനിക്ക് ഇങ്ങനെ ചെറിയൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ, നമ്മൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ഒരാളെടുത്ത് പറയാം, എനിക്ക് ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്, ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള കഠിനമായ ശ്രമത്തിലാണ്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ അവര് പറയും, ഓക്കെ അത് ചെയ്യല്ലേ ഹസ്ന, അത് ചെയ്യല്ലേ ഹസ്ന, ഫോണിലേക്ക് പോകുന്നുണ്ട്, അതെടുക്കല്ലേ ഹസ്ന, അത് കാണല്ലേ. അതേപോലെ അവരുടെ അടുത്ത് പറയാം, നമ്മൾ ഓപ്പൺ ആയിട്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ട്രാൻസ്പാരന്റ് ആയാൽ തന്നെ, ഇപ്പൊ നമ്മൾ ഫോൺ നോക്കുന്നത് തന്നെ, നമ്മൾ റൂമിൽ പോയിട്ടോ ബാത്റൂമിൽ പോയിട്ടോ ഫോൺ നോക്കുന്നതിനേക്കാൾ നമ്മൾ എല്ലാവരും ഉള്ള സ്ഥലത്ത് നിന്ന് ഫോൺ നോക്കുക. അപ്പൊ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കുന്നതിൽ നിന്നും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലൊക്കെ ഫീഡ് വരുന്നതെന്നൊക്കെ നമ്മൾ സ്വയം തന്നെ മാറ്റി. ഇനി എത്ര പ്രാവശ്യവും നമ്മൾ ഇതിൽ നിന്ന് തെറ്റിപ്പോയാലും വീണ്ടും വീണ്ടും വരിക എന്നുള്ളതാണ്, അല്ലേ? റബ്ബ് എത്ര ആ ഒരു കൊലപാതകയെ സംബന്ധിച്ചിടത്തോളം 99 ആൾക്കാരെ കൊന്നു എന്നുള്ളതായിരുന്നില്ല, അയാൾ തൗബ ചെയ്ത് മടങ്ങി എന്നുള്ളതായിരുന്നു അയാളുടെ പ്രവേശനത്തിനുള്ള കാരണം, അല്ലെ? അപ്പോൾ നമ്മൾ എത്ര എത്ര ഇന്റൻസ് ആയിട്ട് എത്രത്തോളം ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല, എത്രത്തോളം നമ്മളത് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്, എത്രത്തോളം നമ്മൾ ഇതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ലഹരി, നമ്മളുടെ ആരെങ്കിലും തന്നെ ഒരു ലഹരിക്ക് അടിമയാണെങ്കിൽ അവർക്കൊരു ചാൻസ് കിട്ടിയാൽ അവർ വീണ്ടും കള്ളു കുടിക്കും. അതിന് അവർ കാരണങ്ങൾ കണ്ടെത്തും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഭയങ്കര മൂഡ് ഔട്ടാണ്, എനിക്കൊന്ന് സിഗരറ്റ് വലിക്കണം, എനിക്കൊന്ന് കള്ളു കുടിക്കണം, ഇന്ന് ഭയങ്കര ടെൻഷനാണ്, എനിക്കത് ഓവർകം ചെയ്യാൻ വേണ്ടി എനിക്കൊന്ന് അത് ചെയ്യണം. ഇങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്തു പോകും. നമ്മൾ എന്ത് ചെയ്യുക, മതി ഇനി നിന്നെ കൊണ്ടാവില്ല എന്നല്ല, വീണ്ടും ചേർത്ത് പിടിക്കലാണ് നമ്മൾക്ക് ഇവരോടുള്ള ഏറ്റവും വലിയ കടമ. നാളെ റബ്ബിന്റെ മുൻപില് നമ്മൾക്ക് ഒരു ആൻസർ ഇല്ല എങ്കിൽ ഇവർ പറയും, ഇത് എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ സഹോദരി, എൻ്റെ വൈഫ് ഭയങ്കര ഖുർആൻ ക്ലാസ്, ഭയങ്കര സംഭവമായിരുന്നു, എത്ര മണിക്കൂറാണ് തഹജ്ജുദ് നിന്ന് നിസ്കരിക്കുന്നത്, പക്ഷെ എനിക്കൊരു വീക്ക്നെസ് ഉണ്ടായിട്ട് റബ്ബെ ഞാൻ പറഞ്ഞിട്ട് എന്നെ സഹായിച്ചില്ല എന്ന് പറഞ്ഞാല്, നമ്മളുടെ നമസ്കാരവും നമ്മുടെ ഖുർആനും നമ്മുടെ പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന എല്ലാം ഇല്ലാതായില്ലേ? നമ്മള് ഈ ഖുർആന്റെ ആൾക്കാരാണ് എന്ന് വിചാരിച്ച് നിന്നിട്ട് അവിടെ നമ്മളുടെ ഖുർആൻ നമ്മൾക്ക് ഒരു ഗുണവും ചെയ്തില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ഭയാനകമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചേർത്ത് പിടിക്കുക, എത്ര ആയാലും നെവർ ലെറ്റ് ഗോ. ഒരിക്കലും അത് ചെയ്യാം, അവരെ വിട്ടുകളയരുത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഷെയ്ത്താൻ നമ്മളുടെ ഇടയിലേക്ക് വരും. ഇപ്പൊ നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഷെയ്ത്താൻ നമ്മളെ ഇടയിൽ വന്നിട്ട് പറയും, നീ ഇത്രയൊക്കെ തെറ്റിയാണല്ലേ, പിന്നെ നിനക്ക് നമസ്കരിച്ചിട്ട് എന്ത് കാര്യം, നീ പിന്നെ എന്തിനാ ഈ സുന്നത്ത് നമസ്കരിക്കുന്നത്, നീ എന്തിനാ നോമ്പ് പിടിക്കുന്നത്, നിന്റെ തഹജ്ജുദ് ആർക്ക് വേണം ഹസ്ന, നീ പ്രൈവറ്റ് ആയിരിക്കുമ്പോ നീ ഇതൊക്കെ അല്ലേ ചെയ്യണത്, അല്ലേ? നമ്മളും ആലോചിക്കാറുണ്ട്, പഠിച്ചോനെ ഇത്രയൊക്കെ തെറ്റൊക്കെ ചെയ്യുന്നത്, ഞാൻ അത്ര വലിയ നല്ല ആളൊന്നും അല്ലല്ലോ, ഞാൻ അത്ര വലിയ നല്ല നല്ല മുത്തക്കയൊന്നും അല്ലല്ലോ, റബ്ബെ ഞാൻ എന്റെ തഹജ്ജുദൊക്കെ റബ്ബെ നീ സ്വീകരിക്കൂ, നിനക്ക് ഇഷ്ടണ്ടാവോ, എന്റെ നോമ്പൊക്കെ റബ്ബെ നീ അതൊക്കെ നിനക്കൊക്കെ കളിയാക്കി ചിരിക്കില്ലേ മലക്കുകള്,
ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ആള് ഇങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷെ നമ്മള് വിചാരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാല്, ഈ മുത്തഖിയേക്കാളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കേണ്ട നമ്മളല്ലേ, തെറ്റ് ചെയ്യുന്ന ഒരാൾക്കല്ലേ. അൽ ഹസനാത്തു, എന്താണ് ഹസനാത്ത്? എന്താ ഇന്നൽ ഹസനാത്ത് എന്താണ് ചെയ്യുന്ന? യുദ്ഹിബന സയ്യാത്ത്. അപ്പൊ ഈ സയ്യാത്തിനെ മായ്ച്ചു കളയണമെന്നുണ്ടെങ്കിൽ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കണം. അപ്പൊ എന്തുകൊണ്ടും തെറ്റുകൾ വന്നു പോകുന്ന ആൾക്കാരിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹസനാത്തുകൾ ഉണ്ടാകേണ്ടത്. അപ്പൊ ഒരു നല്ലൊരാളെക്കാൾ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ടതും ഈ എന്റെ ഈ വീക്ക്നെസ്സുകളെ മറികടക്കാൻ വേണ്ടി കൂടുതൽ റബ്ബിനോട് അടുക്കേണ്ടതും ആരാണ്? ഞാൻ തന്നെയാണ്. അല്ലാണ്ട് ഒരു തെറ്റും ചെയ്യാത്ത, ഫുൾ ടൈം നല്ല മാർഗങ്ങളിലും നല്ല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ടുള്ള അയാളെക്കാൾ ഏറ്റവും കൂടുതൽ അടുക്കേണ്ടതും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതും തിന്മകളെ മായ്ച്ച് കളയേണ്ടതൊക്കെ എന്റെ ഉത്തരവാദിത്വം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ തെറ്റുകളോ ഈ ലഹരികളോ ഈ അഡിക്ഷൻസോ ഈ ഈ ഈ ഈ ദുസ്വഭാവങ്ങളോ ഒന്നും തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യതിൽ നിന്ന് ഷെയ്ത്താൻ ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മളെ മുടക്കാൻ ശ്രമിക്കും. നമ്മൾ ഷെയ്ത്താന്റെ ആ ഒരു വലയത്തിൽ ഒരിക്കലും പെട്ടുപോകരുത്. വേറൊരു കാര്യം, നമ്മൾ കൂടുതൽ കമ്മ്യൂണിറ്റി സർവീസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളുടെ ഏറ്റവും കൂടുതൽ ഒഴിവ് സമയം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഒഴിവ് സമയം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയാൻ ശ്രമിക്കുക. ഒഴിവ് സമയങ്ങൾ നമ്മൾക്ക് ഇല്ലാതിരിക്കുക. ആ ഒഴിവ് സമയങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക. പുറത്തു പോകാൻ പറ്റാത്തവരാണെങ്കിൽ നല്ല നല്ല എന്താ പറയാ പഠനത്തിലൂടെയോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ, നമ്മൾക്ക് നമ്മളുടെ എല്ലാ ദിവസവും നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെയും നമ്മളുടെ കൊച്ചുമക്കളെയും ഒക്കെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ കുറെ സമയം അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ഒഴിവ് സമയങ്ങളെ കുറിച്ച് നമ്മൾ വളരെയധികം കണിശക്കാരാകുക. അതങ്ങ് ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒഴിവ് സമയങ്ങളെ നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. വേറൊരു കാര്യം ഏറ്റവും ലാസ്റ്റ് പറയാനുള്ളത്, ഒരിക്കലും അള്ളാഹു ഇനി എനിക്കൊരു രക്ഷയില്ല എന്നുള്ള ഒരു അള്ളാഹുവിന്റെ നമ്മളുടെ ഇന്ന് ഓതി വെച്ച ആയത്തില് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളോട് ഇസ്രാഫ് ചെയ്യുന്നവൻ, അതിക്രമം ചെയ്യുന്ന, യാ ഇബാദി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ അടിമകളാണ് റബ്ബ് പറയുന്നത്. എന്റെ അടിമകളെ, എന്റെ അടിയാറുകളെ എന്നാണ്. അല്ലെങ്കിൽ മനുഷ്യന്മാരെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള അല്ല, എന്റെ അടിമകളെ. ലാ തഖ്നതു, നിങ്ങൾ ഡിസ്പെയർ ആകരുത്. റഹ്മത്ത്, അള്ളാഹുവിന്റെ ആ ഒരു റഹ്മത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, റബ്ബ് ഹോൾസെയിലായിട്ട് നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്. എന്താണ്, തീർച്ചയായും അവൻ ഗഫൂർ റഹീമാണ് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് ഒരു കാര്യം അള്ളാഹുവിന്റെ പക്കൽ ഒരു രക്ഷയില്ല എന്ന് പറയാൻ നേരത്ത് അതിനേക്കാൾ വലിയൊരു ദുൽമില്ല അള്ളാഹുവിനോട് ചേരുക. അതായത് നമ്മൾ ഈ ലഹരി എടുക്കുന്നതിനേക്കാൾ വലിയ ദുൽമാണ് ഈ അൽ ഗഫൂറും അർ റഹീമുമായിട്ടുള്ള റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ റബ്ബിന്റെ പാപമോചനം നമ്മൾക്ക് കരസ്ഥമാകില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ അതാണ് നമ്മൾ ശരിക്കും റബ്ബിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമ. ഈ തെറ്റിൽ പെട്ടുപോയതിനേക്കാൾ വലിയ തിന്മയാണത്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മുടെ റബ്ബ് നമ്മളുടെ എന്ത് വലിയ തെറ്റാണെങ്കിലും നമ്മളുടെ ഇസ്തിഗ്ഫാറിന് വേണ്ടി, നമ്മളുടെ തൗബക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു റബ്ബിന്റെ മഗ്ഫിറത്തിലും മർഹമത്തിലും നമ്മൾ വിശ്വസിക്കാതെ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇനി ഒരു രക്ഷയില്ല, ഇനി എനിക്കൊരു രക്ഷയില്ല, ഇനി നിനക്കൊരു രക്ഷയില്ല, ഇനി അവനൊരു രക്ഷയില്ല, ഇനി ഇതെല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് വരെ ഏറ്റവും വലിയ ദുൽമാണ്. അപ്പോ നമ്മൾക്ക് ഉള്ളത്, നമ്മൾക്ക് സമയമുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നമ്മളെ തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൾ തിരുത്താനുള്ള ആ ഒരു ശ്രമം നമ്മൾ എപ്പോഴും നടത്തുക. ഒന്നും ഒന്നും റബ്ബ് പൊറുക്കാത്തതായിട്ടുള്ള ഒരു തെറ്റുമില്ല. നമുക്ക് റബ്ബിന്റെ അനുഗ്രഹത്തോടു കൂടി, റബ്ബിന്റെ മഗ്ഫിറത്തും മർഹമത്തോടു കൂടി, റബ്ബിന്റെ ഹിദായത്തോടു കൂടി മറികടക്കാൻ പറ്റാത്ത യാതൊരു തെറ്റും ഈ ദുനിയാവിലില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇങ്ങനെ തെറ്റുകളിൽ പെട്ടുപോയവരോട് വളരെയധികം കൂട്ടിച്ചേർത്ത് പിടിക്കുക, അവരോട് വളരെയധികം സ്നേഹം
അവർക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥമായ സന്ദേശം നമ്മൾ ജീവിച്ച് കാണിച്ചു കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുക. وأقول قولي هذا بارك الله لي ولكم أستغفر الله لي ولكم ولسائر المسلمين أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാവരും തന്നെ നമ്മൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി കൂടുതൽ ബോധവാന്മാരായിക്കൊണ്ട് നല്ല സെൻസിബിൾ ആയിട്ടുകൊണ്ട് നമ്മളുടെ കുടുംബത്തിൽ നിന്നും ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കുക. ഇനി പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം പെട്ടെന്ന് ഈ ഈ ഈ ഭയാനകമായിട്ടുള്ള ഈ തിന്മകളിൽ നിന്നൊക്കെ എല്ലാവരെയും തന്നെ പൊക്കിയെടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമം നടത്തുക എന്നുള്ളതാണ്. അതിന് നമ്മൾ പുറത്തുനിന്നുള്ള വൈദ്യ എന്താ പറയാ മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ അത് നമ്മൾ പുറത്ത് സീക്കേണ്ടതുണ്ട്. കൗൺസിലിങ്ങിലൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സീക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഖുർആനിലൂടെയും സുന്നയിലൂടെയും ദിക്ർ ദുആയിലൂടെയുമുള്ള സപ്പോർട്ട് അതും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹു തആല റബ്ബ് നമ്മളെല്ലാവരെയും ഇങ്ങനെയുള്ള ഭീകരമായ തെറ്റുകളിൽ നിന്നും ലഹരികൾക്ക് അടിമകളാകുന്നതിലൊക്കെ റബ്ബ് നമ്മളെല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. السلام عليكم ورحمة الله وبركاته.